മത്സ്യോൽപാദനത്തിൽ സംസ്ഥാനം ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മത്സ്യകൃഷിയുടെ കാര്യത്തിൽ നാം നല്ല ശ്രദ്ധ പുലർത്തുന്നുണ്ടെങ്കിലും മത്സ്യോൽപാദനത്തിൽ നാം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദേശീയ മത്സ്യകർഷക ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മത്സ്യകർഷക സംഗമവും അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മത്സ്യകൃഷി മേഖലയിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ച സംസ്ഥാനത്തെ കർഷകർക്കും ഫീൽഡ് തല ഉദ്യോഗസ്ഥർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ദേശീയ മത്സ്യ കർഷക ദിനത്തിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ദേശീയ മത്സ്യ കർഷക ദിനത്തിന്റെയും പുരസ്കാര വിതരണത്തിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കേരളത്തിലെ ഭൂരിഭാഗം പേരും മത്സ്യ ഉപഭോഗം ശീലമാക്കിയവരാണെന്നും മത്സ്യോൽപാദനത്തിൽ സംസ്ഥാനം ഇനിയും മെച്ചപ്പെടാനുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ മത്സ്യ കൃഷിയുടെ കാര്യത്തിലും നല്ല ശ്രദ്ധ പൊതുവെ നാം പുലർത്തിപ്പോരുന്നുണ്ട്. പക്ഷേ മത്സ്യോൽപാദനത്തിൽ നാം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും നാം കൂടുതൽ ആ മേഖലയിൽ മെച്ചപ്പെടേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. നല്ല മാറ്റം പൊതുവെ വന്നിട്ടുണ്ട്. പക്ഷെ ആ മാറ്റം കൊണ്ട് മാത്രം നമ്മൾ തൃപ്തിപ്പെട്ടുകൂടാ. കൂടുതൽ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നതിൽ നാം ഊന്നൽ നൽകേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ കാലത്തുണ്ടാകുന്ന പ്രത്യേകതകൾ, കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങൾ, ഇതെല്ലാം മത്സ്യമേഖലയെ വലിയ തോതിൽ ബാധിക്കുന്നതാണ്. മത്സ്യകർഷകരുടെ എക്കാലത്തെയും വലിയ ആവശ്യമായിരുന്ന ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ചർച്ചകളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. 3 വർഷത്തിനിടെ 24,536 ഹെക്ടറിലാണ് മത്സ്യവിത്ത് സംഭരിച്ച കൃഷി നടപ്പിലാക്കിയത്. 13,706 ഹെക്ടർ പാടശേഖരത്ത് ഒരു നെല്ലും ഒരു മീനും കൃഷിയും, 2,349 ഹെക്ടറിൽ ചെമ്മീൻ കൃഷിയും, 7,103 ഹെക്ടർ കുളങ്ങളിൽ ശാസ്ത്രീയ മത്സ്യകൃഷി എന്നിവയും നടപ്പിലാക്കി. ഉൾനാടൻ മത്സ്യമേഖലയുടെ വികസനത്തിന് 13 മത്സ്യഭവനുകൾ ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.